കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പണക്കാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ചെലവ് കൂടിയ ഹോട്ടലുകളും ലോഡ്ജുകളും നിറഞ്ഞതാണ്. എന്നാൽ പാലക്കാട് ജില്ല സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന നിരക്കിൽ ടൂറിസം സേവനങ്ങൾ മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുന്നു. അമിതമായ ചാർജ് ഈടാക്കാത്ത റെസ്റ്റോറൻറ്റുകളും ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും പാലക്കാട് നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 400 രൂപയ്ക്ക് എയർ കണ്ടീഷൻഡ് സിംഗിൾ റൂമുകൾ ലഭ്യമാണ്. അതിന് കാരണം ഇവിടെ ഡോർമിറ്ററികൾക്ക് പ്രത്യേകമായ പാർട്ടീഷനും വാതിലും ഉള്ളതുകൊണ്ട് അവയെ സിംഗിൾ റൂമായി കണക്കാക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും ചെലവ് ചുരുങ്ങിയ എയർ കണ്ടീഷൻഡ് അക്കോമഡേഷൻ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ലഭിക്കുകയില്ല. എന്നാൽ തീവണ്ടി യാത്രക്കാർക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അതുപോലെ എയർ കണ്ടീഷനിങ് ഇല്ലാത്ത ലോഡ്ജ് മുറികൾ 500 രൂപക്കും 600 രൂപക്കും പാലക്കാട് നഗരത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കുടുംബസമേതം ടൂർ പോകാൻ കേരളത്തിലെ സാധാരണക്കാർ പാലക്കാട് നഗരത്തെ തിരഞ്ഞെടുക്കുന്നു. പാലക്കാട് നഗരത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ മലമ്പുഴ അണക്കെട്ടാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു അക്വേറിയവും മനോഹരമായ യക്ഷി തോട്ടവുമുണ്ട്. കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി സ്റ്റാച്യു വലിയ പേരെടുത്തിട്ടുണ്ട്. അതുപോലെ മനോഹരമായ ഒരു ജാപ്പാനീസ് ഗാർഡനും എൻട്രൻസ് ഗാർഡനും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വ്യൂ പോയിൻ്റുള്ള ഒരു അപ്പർ ഗാർഡൻ വേറെ തന്നെയുണ്ട്. കേബിൾ കാർ സവാരിക്കുള്ള സൗകര്യവും കുട്ടികളുടെ ടോയ് ട്രെയിനും ഇവിടെയുണ്ട്. അതിനു പുറമെ ഫാൻറ്റസി പാർക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രക്കിംഗ് ട്രാക്കുകളും നദിയിൽ കുളിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പാലക്കാട് നഗരത്തിൻ്റെ മധ്യത്തിൽ പാലക്കാട് കോട്ട സുൽത്താൻ ഹൈദരലി ഉണ്ടാക്കിയതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കേടുപാടുകളില്ലാത്ത കോട്ടയായി പാലക്കാട് കോട്ട അറിയപ്പെടുന്നു. കോട്ടക്കകത്ത് മനോഹരമായ ഒരു പൂന്തോട്ടവും ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അതുപോലെ പറമ്പിക്കുളം അണക്കെട്ടും കടുവാ സംരക്ഷണ കേന്ദ്രവും കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലാണ്. ഈ വനപ്രദേശത്ത് ധാരാളം ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവർ ടൂറിസ്റ്റ് ഗൈഡുകളായും പ്രവർത്തിക്കുന്നു. അതുപോലെ നെല്ലിയാമ്പതി മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്നു. നെല്ലിയാമ്പതിയിലേക്കുള്ള റോഡിൽ പോത്തുണ്ടി അണക്കെട്ട് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ മനോഹരമായ ഒരു അണക്കെട്ടാണ്. ശർക്കരയും ചുണ്ണാമ്പും കൊണ്ടാണ് ഈ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അണക്കെട്ടിന് ചുറ്റും മനോഹരമായ ഒരു പൂന്തോട്ടവും ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് അപൂർവമായ സസ്യങ്ങളും ജീവജാലങ്ങളുമുള്ള ഒരു വനപ്രദേശമാണ്. ബ്രിട്ടീഷുകാരനായ സസ്യശാസ്ത്രജ്ഞൻ റോബർട്ട് വൈറ്റ് 19ാം നൂറ്റാണ്ടിലാണ് ഈ വനപ്രദേശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠനം നടത്തിയത്. 89 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്ക് മണ്ണാർക്കാട് താലൂക്കിനും നിലമ്പൂർ താലൂക്കിനും തമിഴ്നാടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തിന് മുഴുവൻ സുലഭമായി വൈദ്യുതി ലഭിക്കുവാൻ പറ്റുന്ന ഒരു വൈദ്യുതി നിലയം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ ബുദ്ധിജീവികളും പരിസ്ഥിതിവാദികളും അധ്യാപകരും ഇടതുപക്ഷ ചിന്തകരും താടിക്കാരും കൂടി പമ്പിച്ച പ്രക്ഷോഭമുണ്ടാക്കുകയും വളരെയധികം പ്രയോജനപ്രദമാകുമായിരുന്ന ഈ പദ്ധതി തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ അണക്കെട്ടുണ്ടാക്കിയാൽ സൈലന്റ് വാലി കാടുകളിലെ സിംഹവാലൻ കുരങ്ങുകൾക്ക് വംശനാശമുണ്ടാവുമെന്നാണ് അവർ കണ്ടെത്തിയ കാരണം. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്വാധീനിക്കുവാൻ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് സാധിക്കുകയും പദ്ധതി ക്യാൻസൽ ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. അതുപോലെ മനോഹരമായ ശിരുവാണി അണക്കെട്ടും വെള്ളച്ചാട്ടവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പാലക്കാടിനടുത്ത വരിക്കശ്ശേരി മന പൗരാണികമായ ഒരു ബ്രാഹ്മിൺ ഇല്ലമാണ്. ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 4 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിലാണ് ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ എന്നീ സിനിമകൾ ഷൂട്ട് ചെയ്തത്. അതുപോലെ വാളയാർ അണക്കെട്ട് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഒടിയൻ എന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെയുള്ള ആൽമരത്തിൻ്റെ കീഴിലാണ്. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞമ്പാറ പട്ടണം 12,000-ഓളം ആളുകൾ താമസിക്കുന്ന മനോഹരമായ ഒരു നഗരപ്രദേശമാണ്. രുചികരമായ റാവുത്തർ ബിരിയാണി ലഭിക്കുന്ന പ്രദേശമായി കൊഴിഞ്ഞമ്പാറ അറിയപ്പെടുന്നു.
അതുപോലെ അട്ടപ്പാടി ഗ്രാമം ധാരാളം ആദിവാസികൾ താമസിക്കുന്ന ഒരു വനപ്രദേശമാണ്. ഗവേഷകരും ശാസ്ത്രകാരന്മാരും സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു ആദിവാസി മേഖലയാണ് അട്ടപ്പാടി വനം. അതുപോലെ ധോണി ഗ്രാമം മനോഹരമായ വെള്ളച്ചാട്ടം കൊണ്ട് ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. പാലക്കാട് നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ദക്ഷിണ റെയിൽവേയുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ധോണി റോഡിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ മനോഹരമായ കൊല്ലങ്കോട് പട്ടണം 18,000 ആളുകൾ താമസിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ഭാരതപ്പുഴയുടെ ട്രൈബ്യൂട്ടറിയായ ഗായത്രി പുഴ കൊല്ലങ്കോട് പട്ടണത്തിൽ കൂടി ഒഴുകുന്നു. അതുപോലെ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ ഒരു വലിയ മുനിസിപ്പാലിറ്റിയാണ്. പരമ്പരാഗതമായി നായർ സമുദായത്തിന് പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം. മനോഹരമായൊരു പട്ടണമായതുകൊണ്ട് ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പട്ടാമ്പി ഒരു താലൂക്ക് ആസ്ഥാനവും മുനിസിപ്പാലിറ്റിയുമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പട്ടാമ്പി ഒരു വാണിജ്യ കേന്ദ്രമായി അറിയപ്പെടുന്നു. അതുപോലെ മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ വലിയ ഒരു പട്ടണമാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്കുള്ള യാത്രക്കാർ മണ്ണാർക്കാട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി മലബാറിന്റെ ശബരിമല എന്ന് അറിയപ്പെടുന്നു. പ്രശസ്തമായ അയ്യപ്പൻകാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് വന്നത്. പാലക്കാട് നിന്ന് 43 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ ചിത്തൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി 13 കിലോമീറ്റർ ദൂരെ കണ്ണാടിപ്പുഴയുടെ തീരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ചിറ്റൂർ പട്ടണവും തത്തമംഗലം പട്ടണവും ചേർന്നതാണ് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി. അതുപോലെ ഷൊർണൂർ പട്ടണം ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റുന്നത് ഷൊർണൂർ നഗരത്തിലാണ്. ഷൊർണൂരിനെ തിരുവനന്തപുരം നഗരവുമായി ബന്ധിപ്പിക്കുന്ന വേണാട് എക്സ്പ്രസ് വമ്പിച്ച ജനപ്രീതി നേടിയിട്ടുണ്ട്. അതുപോലെ ആലത്തൂർ പട്ടണം പാലക്കാട് നിന്ന് 24 കിലോമീറ്റർ ദൂരെയാണ്. ഗായത്രി പുഴയുടെ തീരത്താണ് ആലത്തൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി ഒരു പാർലമെന്റ് മണ്ഡലവും ആലത്തൂരിലുണ്ട്. മിനി സിവിൽ സ്റ്റേഷനുമുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പാലക്കാട് താമസിക്കുന്നത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാലക്കാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് പാലക്കാട്ടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. അതുപോലെ BEM ഹയർ സെക്കൻഡറി സ്കൂൾ പൗരാണികമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് 158 വർഷം പഴക്കമുള്ള മറ്റൊരു കോളേജാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ഇവിടെയുണ്ട്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അകത്തേത്തറയിലാണ്. ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജ് കർണാടക സംഗീതത്തിൽ പരിശീലനം നൽകുന്നു. മേഴ്സി കോളേജ് പാലക്കാട് 60 വർഷം പഴക്കമുള്ള ഒരു വിമൻസ് കോളേജാണ്. MES കല്ലടി കോളേജ് മണ്ണാർക്കാട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജും മണ്ണാർക്കാട് തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ കോളേജ് അറിയപ്പെടുന്ന മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്.